നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ ഇപ്പൊ എണീറ്റുള്ളൂ. കുറച്ച് ലേറ്റ് ആയി. പിന്നെ 9 ആയി സമയം. നമ്മൾ താമസിക്കുന്നത് ഇവിടെ എറണാകുളത്ത് വീട്ടിൽ മമ്മി താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഇവിടെ ഫുള്ളും അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ്. നമ്മൾ തിരുവനന്തപുരം പോലെ അടുത്തടുത്ത് വീടില്ലാത്ത സ്ഥലമൊന്നുമല്ല. അവിടെ കൊച്ചിയിൽ ഒച്ചപ്പാടുടെ വീഡിയോ ഒക്കെ എടുത്താൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ സൈലന്റ് ആയിട്ട് വീഡിയോ എടുക്കണം. അപ്പുറത്തുപുറത്തൊക്കെ ആളുകൾ ശല്യമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായി മാറും. ഓൾറെഡി ഹൗസ് ഓണർ പല പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ വീട്ടിൽ TV വെക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടാണ്. TV വെച്ചപ്പോൾ അപ്പുറത്തുപുറത്തുള്ള സൗണ്ട് കേൾക്കാൻ പാടില്ല രീതിയിൽ TV വെക്കുന്ന അവസ്ഥ. ഞാൻ രാവിലെ ഇപ്പോൾ വീട്ടിൽ പുറത്തിറങ്ങി വന്നപ്പോൾ അനിയന്റെ വണ്ടിയുടെ അവസ്ഥയാണ് കാണാം. അവന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ഓടിച്ചിരിക്കുകയാണ്. എവിടെയും കൊണ്ട് ഇടിച്ച് പൊട്ടി അതിനെപ്പറ്റി അറിയാൻ പാടില്ല. അപ്പം അവൻ എണീക്കുമ്പോൾ ചോദിക്കണം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കണം. എന്തൊറ്റി ഇങ്ങനെ ഇരിക്കുന്ന വണ്ടിയുടെ ഫ്രണ്ട് എന്ന് ചോദിച്ചോക്കണം. അവൻ രാത്രി ഓടുന്നു. അപ്പോൾ ലൈറ്റില്ലാതെ പറ്റില്ലല്ലോ. അപ്പം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കാരണം എന്നെ കഴിച്ച് ഇവന് പനിയൊക്കെ ആയിരുന്നു. ഇവനെ കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ച് അവന്റെ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആളിപ്പോൾ ശരിക്കും സുന്ദരനായിട്ടുണ്ട്. സുന്ദര സ്മോക്കി. ഇവന് പുതിയ കളിപ്പാട്ടൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഇവനെ കളിപ്പിച്ചാൽ മതി. ഇവനത് പിടിച്ചു വിടൂല. ഞാൻ വലിച്ചിട്ട് വിടുന്നില്ല. അത് ഇതായിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് തരില്ലടാ, പോടാ. ഇവൻ ഇത്ര നേരം എന്നോട് കളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പോയി. ഇവൻ ആളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കരുത്. ഒരു എലിയോ പാറ്റയോ ഒക്കെ പോയി കഴിഞ്ഞാൽ, പല്ലിയൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ എങ്ങനെയൊക്കെ ക്രൂരമായ രീതിയിൽ കൊടൂരമായ രീതിയിൽ ഉപദ്രവിച്ച് കൊല്ലുമെന്ന് ഇവനെ കണ്ടുപിടിക്കണം. ഇവൻ അങ്ങനെയൊക്കെ ഒരു സൈക്കോയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, അവൻ പിടിച്ചു വെച്ചു. അവൻ വിടുന്നില്ല. ഞാൻ കടിച്ചു പിടിക്കും. അവൻ നല്ല കളിപ്പാട്ട് പിടിച്ചു പിടിക്കാണ്. വിടുന്നില്ല. കടിച്ചു പിടിക്കാനൊക്കെ ശ്രമിക്കാണ്. ഇത് പിടിച്ചു വെക്കണ്. ഞാൻ രാവിലെ ഇവനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ആക്കി. രസമാണ് ശരിക്കും വന്നിട്ട്. ഇവനോട് സമയം പോണെന്ന് അറിയില്ല ഗൈസ്.